കഥകൾ. മിക്കു ഒരു കുറുമ്പൻ നായക്കുട്ടിയായിരുന്നു. സുന്ദരനായ മിക്കുവിന് എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മറന്നുപോകുന്ന ശീലമുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ മിക്കുവിനെ അവൻ്റെ അമ്മ വിളിച്ചു. മിക്കുമോനെ, ഇത് നിന്റെ മുത്തശ്ശിക്ക് കൊടുക്കാനുള്ള രുചിയുള്ള പലഹാരമാണ്. നീ ഇതൊന്ന് മുത്തശ്ശിക്ക് കൊണ്ടുപോയി കൊടുക്കണേ. ഒരു ഇലപ്പൊതി മിക്കുവിനെ ഏൽപ്പിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. മുത്തശ്ശിയുടെ വീട് നിനക്കറിയാമല്ലോ, അത് പാടത്തിൻ്റെ അറ്റത്താണ്, വലിയ മരത്തിനപ്പുറം. വഴി മറക്കരുത് കേട്ടോ. മിക്കു കുരച്ചു. ശരി അമ്മേ, ഇത് ഞാൻ ഏറ്റു. അവൻ വേഗത്തിൽ വാലാട്ടി പൊതിയും കൊണ്ട് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ഓടി. പെട്ടെന്ന് ഒരു ഭംഗിയുള്ള നീല ചിത്രശലഭം മിക്കുവിൻ്റെ മുന്നിലൂടെ പറന്നു. ഓ, ഒരു ചിത്രശലഭം! അവന് രസം തോന്നി. പലഹാരപ്പൊതിയുടെ കാര്യം അവൻ മറന്നുപോയി. പൂക്കളുടെ അടുത്ത് അതുപേക്ഷിച്ച് അവൻ ചിത്രശലഭത്തിന് പിറകെ ഓടി. ചിത്രശലഭം പറന്നുകൊണ്ടിരുന്നു. അതിനെ പിന്തുടർന്ന് മിക്കു ഉയരമുള്ള പുല്ലുകൾക്കിടയിലൂടെ ദൂരേക്ക് പോയി. അപ്പോൾ അടുത്തുള്ള ഒരു കുളത്തിൽ നിന്ന് ഒരു തവളയുടെ ശബ്ദം കേട്ടു. ഹായ്, സംസാരിക്കുന്ന കുളം! മിക്കു അത്ഭുതപ്പെട്ടു. അവൻ ചിത്രശലഭത്തെ വിട്ട് കുളത്തിൻ്റെ അടുത്തേക്ക് പോയി. അവൻ വെള്ളം തെറിപ്പിച്ച് തവളയോടൊപ്പം കളിക്കാൻ ശ്രമിച്ചു. തവള കരഞ്ഞുകൊണ്ട് ചാടിപ്പോയി. മിക്കു ചിരിച്ചു. എന്നിട്ട് ദേഹത്തെ വെള്ളം കുടഞ്ഞു കളഞ്ഞു. അപ്പോൾ കുറ്റിച്ചെടികൾക്ക് പിന്നിൽ നിന്ന് ഒരു വലിയ ശബ്ദം കേട്ടു. എന്താണ് ആ ശബ്ദം? മിക്കു അത്ഭുതത്തോടെ അങ്ങോട്ടോടി. അവിടെ പുല്ലു തിന്നുന്ന ഒരു പശുവിനെ കണ്ടു. നീ ആരാണ്? മിക്കു കുരച്ചു. പശു ആകട്ടെ മിക്കുവിനെ ശ്രദ്ധിക്കാതെ നടന്നകന്നു. മിക്കു ചുറ്റും നോക്കി. പശുവും തവളയും ചിത്രശലഭവും എല്ലാവരും പോയിരുന്നു. അവനാകട്ടെ വഴിയും മറന്നുപോയി. ഇലപ്പൊതിയും കാണുന്നില്ല. ആകെ വിഷമിച്ച് അവൻ കരയാൻ തുടങ്ങി. അവിടെ മരത്തിനു മുകളിൽ ഇരുന്ന കാക്ക ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. മിക്കു, നിനക്ക് വഴി തെറ്റിയോ? കാക്ക ചോദിച്ചു. അതെ, അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു. എനിക്ക് വഴിയും തെറ്റി, പലഹാരവും മറന്നു വെച്ചു. കാക്ക പറഞ്ഞു. നീ വിഷമിക്കണ്ട, എൻ്റെ പിറകെ വന്നോളൂ. നോക്കൂ, നിന്റെ പലഹാരം ആ പൂക്കളുടെ അടുത്ത് തന്നെ ഉണ്ട്. മിക്കു വേഗം പലഹാരപ്പൊതി കയ്യിലെടുത്തു. കാക്ക പതിയെ പറന്നു. മിക്കു വളരെ ശ്രദ്ധയോടെ കാക്കയുടെ പിന്നാലെ നടന്നു. ഉയരമുള്ള പുല്ലുകളിലൂടെ, കുളത്തിനരികിലൂടെ. അതാ വഴി കണ്ടു തുടങ്ങി. താമസിയാതെ അവർ വലിയ മരത്തിനടുത്തെത്തി. അതിനപ്പുറം മുത്തശ്ശിയുടെ വീട് കണ്ടു. അവൻ ഓടി വാതിൽക്കലെത്തി. മുത്തശ്ശി, ഞാൻ എത്തി! അവൻ സന്തോഷത്തോടെ കുരച്ചു. അവനെ കണ്ട് മുത്തശ്ശിക്ക് സന്തോഷമായി. അവനെ കെട്ടിപ്പിടിച്ച് മുത്തശ്ശി പറഞ്ഞു, മിടുക്കൻ! വേലിക്കെട്ടിൽ നിന്ന് നോക്കി കാ എന്ന് പറഞ്ഞ് കാക്ക പറന്നുപോയി. അന്നു മുതൽ ഏൽപ്പിച്ച കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ മറവിയില്ലാതെ ചെയ്യാൻ മിക്കു പരിശീലിച്ചു തുടങ്ങി.